അറിവുകൾ സ്വീകരിക്കുന്നതിനപ്പുറം വിദ്യാർത്ഥികളെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നവരാക്കി മാറ്റുന്ന സംവിധാനമാണ് ജൂലൈ 1 സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അഫിലിയേറ്റഡ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുമായും നോഡൽ ഓഫീസർമാരുമായും കോട്ടയം BCM കോളേജിൽ സംവദിക്കുകയായിരുന്നു മന്ത്രി. 4ാം വർഷം പൂർത്തിയാക്കി ബിരുദാനന്തര ബിരുദ കോഴ്സിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് 1 വർഷം നഷ്ടമാകാത്ത രീതിയിലായിരിക്കും ക്രമീകരണം. പുതിയ അധ്യയനത്തിൽ അധ്യാപകർക്ക് തൊഴിൽപരമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്ക വേണ്ട. പുതിയ കോഴ്സുകൾ അവതരിപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള സാധ്യതകളാണ് ഭാഷാ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന് കൂടി വേണ്ടുന്നതായിട്ടുള്ള പുത്തൻ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജ്ഞാനോൽപാദനത്തിന് ശേഷിയുള്ളവരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റണം. പുതിയ അറിവുകൾ വികസിപ്പിച്ചുകൊണ്ട് സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഉൾപ്പെടെ കഴിയുന്ന ഏജൻഷ്യൽ കപ്പാസിറ്റിയുള്ള വിദ്യാർത്ഥികളെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് സർവകലാശാലകളും കോളേജുകളും എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ കുട്ടികൾ അറിവിൻ്റെ പാസീവ് കൺസ്യൂമേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ആക്റ്റീവ് ഏജൻസ് ആയിട്ട് പരിവർത്തനം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പുത്തൻ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ കെൽപ്പുള്ള വിധത്തിൽ കുട്ടികളുടെ മൗലികതയും സർഗാത്മകതയും ഒക്കെ ഉണരുന്ന നിലയിലായിരിക്കണം നമ്മുടെ പഠന പ്രക്രിയയുടെ രൂപം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ആശയം. സർവകലാശാല സംഘടിപ്പിച്ച പരിപാടിയിൽ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ബീന മാത്യു അധ്യക്ഷത വഹിച്ചു. ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകളുടെ നിർവഹണ കമ്മിറ്റിയുടെ കൺവീനറായ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബിജു പുഷ്പൻ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സർവകലാശാലയിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. കേരള ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ നിർവഹണ സെല്ലിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ കെ സുധീന്ദ്രൻ, ഡോക്ടർ ബി ഷഫീഖ് എന്നിവർ ക്ലാസുകളെടുത്തു. എൻലൈറ്റ് ന്യൂസ്, കോട്ടയം.